കവിതാ ബാലകൃഷ്ണൻ്റെ അനുഭൂതിയുടെ ഡീപ്പ് ലേണിംഗ് എന്ന ലേഖനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ചർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത്. കലയും സയൻസും തമ്മിലെടുക്കുന്ന പുതിയ സംവാദ പരിസരങ്ങളെക്കുറിച്ച് പ്രാഥമികമായ ചില നിരീക്ഷണങ്ങൾ നടത്തുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ജിംപ്ലിഫിക്കേഷൻ പോലുള്ള സമീപകാലത്തെ ചില വൈറൽ പ്രാക്ടീസുകളെ മുൻനിർത്തിയാണ് ഈ സംവാദം ഇവിടെ ആരംഭിക്കുന്നത്. പക്ഷേ നമ്മൾ എല്ലാ കാലത്തും ഈ പറയുന്ന ടെക്നോളജീസിനെ നമ്മളതൊരു വേറെ രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടി കേരളത്തിലടക്കം തന്നെ ഈ പറയുന്ന പോലെ നമ്മൾ കമ്പ്യൂട്ടറിനെതിരായിട്ട് വാദിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെതിരെ ഇവിടുത്തെ മുൻപന്തിയിലുള്ള കക്ഷികൾ പോലും അതിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. അത് ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമ്മുടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്നു, തൊഴിലവസരങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇതേപോലെ തന്നെ എഐക്കെതിരായിട്ട് ഒരു സംഘടിത സമരം നടക്കുന്നുണ്ട്. 2023 കൂടിയിട്ടാണ് ഈ സമരം നടക്കുന്നത്. അത് ഹോളിവുഡിൽ ഈ സിനിമാ വ്യവസായത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു വഴിത്തിരിവായിട്ടുള്ള ഒരു സമരമായിരുന്നു ഇത്. സിനിമയിലെ നടന്മാരും അതുപോലെ തന്നെ തിരക്കഥാകൃത്തുക്കളും ഉൾപ്പെടെ 100,000-ലധികം വരുന്ന ഒരു സമൂഹം തെരുവിലിറങ്ങുന്നു. നമ്മുടെ ജോലികൾ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഹോളിവുഡ് തെരുവിൽ ആകെ മുഴങ്ങിയിട്ടുള്ള ഒരു സമരമായിരുന്നു അത്. ഈ 2023 ഹോളിവുഡിലെ തിരക്കഥാകൃത സംഘടനയായ ഈ റൈറ്റേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്ക, അതായത് WGA എന്ന് പറയുന്നതും, അതുപോലെ തന്നെ അഭിനേതാക്കളുടെ സംഘടനയായ സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ്, അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ടെലിവിഷൻ ആൻഡ് റേഡിയോ ആർട്ടിസ്റ്റ്, SAG ആൻഡ് AFTRA എന്നീ സംയുക്ത സംഘടനകൾ ചേർന്നിട്ടാണ് ഈ ഒരു സമരം ഉണ്ടാക്കിയിട്ടുള്ളത്. ടെലിവിഷൻ നിർമ്മാതാക്കളുടെ സംഘടനയായ അലയൻസ് ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് ടെലിവിഷൻ പ്രൊഡ്യൂസേഴ്സ് AMDTP എന്ന സംഘടനയുമായുള്ള കരാർ പുതുക്കലിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ സമരത്തിൻ്റെ ഒരു പ്രധാനം. 2023 ജൂലൈ മുതൽ നവംബർ വരെ നീണ്ട ഈ സമരം സിനിമാ വ്യവസായത്തിലെ ഏറ്റവും വലിയ തൊഴിൽ സമരമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവ പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഈ ഒരു സംഘടന എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 ആവശ്യങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതായത് AI ഉപയോഗിച്ച് നടന്മാരുടെ ഡിജിറ്റൽ പകർപ്പ് സൃഷ്ടിക്കുന്നതിനെതിരെ കർശന നിയന്ത്രണം വേണമെന്നും, അതുപോലെ തന്നെ AI എഴുതിയ തിരക്കഥകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം വേണമെന്നും. പിന്നെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം വേണമെന്നും. ഈ 3 ആവശ്യമായിരുന്നു AIക്കെതിരായിട്ട്, അല്ലെങ്കിൽ AI സിനിമയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. 148 ദിവസം ഈ സമരം നീണ്ടുനിന്നു. ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ സിനിമ പ്രൊഡക്ഷൻ സ്റ്റുഡിയോകൾക്ക് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അവകാശങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. ഒരുപക്ഷെ എന്താ പറയുക, AIക്കെതിരെ ആദ്യമായിട്ടുള്ളൊരു സംഘടിത സമരം അത് വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യം ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, AI എപ്പോഴും ഈ പറയുന്ന സിനിമാ സംഘടനകളിലല്ല, സിനിമയിൽ മാത്രമല്ല, നമ്മളിപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലത്ത് എല്ലാ മേഖലയിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതികവിദ്യയും മനുഷ്യനും അല്ല അവരുടെ അധ്വാനവും തമ്മിൽ ശരിക്കും പറഞ്ഞ അധ്വാനം രണ്ടിൻ്റെയും സന്തുലനം ആവശ്യമാണ്. അപ്പോൾ സാങ്കേതികവിദ്യയും മനുഷ്യനും പരസ്പരം പൂരകമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്, അല്ലെ സിനിമ മാത്രമല്ല ഏതൊരു കലാസൃഷ്ടിയോ അല്ലെങ്കിൽ ഏത് മേഖലയും ഒന്നിച്ചു പോകാൻ കഴിയുന്നതെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒന്നുകൂടി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്, യന്ത്രങ്ങൾ സ്വപ്നം കാണാൻ കഴിവ് ലഭിക്കുന്ന കാലത്ത് മനുഷ്യനും യന്ത്രങ്ങളും, അതായത് സ്വപ്നങ്ങൾ കാണേണ്ടി വരും എന്നുള്ളൊരു പോയിന്റ് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. എയുടെ പോരായ്മകളെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ ബേസിക്കലി വി ഹാവ് എ ക്വസ്റ്റ്യൻ വേർ ദ പൊസിഷൻ ഓഫ് ആൻ ആർട്ടിസ്റ്റ്, അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നത്. ഡൗൺ ത്രൂ ദ സെഞ്ച്വറി വെൻ വി സീ in the history of humanity, from the very beginning, when Kepler introduced the theory of sun is static and the earth is rotating around, was a question, and it had to go many problem in the humanity. Basically I would say in the long runner of running the AI and also an artist important is both are tools, but one thing is the human only, the person who has developed this tool. So tool is not a threat for an artist. That's what I would always wanted to say. That is the artistic personal feel emotions. Will this be with the Gibble that we have been discussing all through the day? Gibble is only a tool that is developed. It also has the feelings and emotions of an artist, but
At the same time, the importance of artists is not going nil when we adapt all those things. So I would like to always say that artist has the importance, and also AI gives us a challenge. Also becomes when it become a tool of my performance or my artwork, then I think that could be a equilibrium to bring the situations into a common understanding of the things. എയുടെ അമിതമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ പല മേഖലയിൽ അത് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മെഷീൻ ലേണിങ്, ഡീപ്പ് ലേണിങ്, സ്വയം പഠിക്കുന്ന സംവിധാനങ്ങൾ, അതുപോലെ തന്നെ റോബോട്ടുകൾ, അതിൻ്റെയൊക്കെ വരവോട് കൂടിയിട്ട് ഈ പറയുന്ന എല്ലാ മേഖലയും ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പറയുമ്പോൾ സമീപ വർഷങ്ങളിൽ തന്നെ ഈ ആഗോള തൊഴിൽ സംഗതികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എയുടെ വ്യാപനം കാരണം നിരവധി തസ്തികളും ഇല്ലാണ്ടായിട്ടുണ്ട്. കുറേയേറെ നല്ല കാര്യങ്ങൾ പറയാനായിട്ട് ഇടയായി. ബട്ട് എനിക്ക് പറയാനുള്ള what I would like to point out is about the relationship of the machine and also the human. Basically, machines are also developed by the human persons for ഒരു വർക്കിനെ ഈസി ആക്കാനായിട്ടോ അല്ലെങ്കിൽ ഹൗ ക്യാൻ യു മേക്ക് ബെറ്റർ പ്രൊഡക്ഷൻ എന്നുള്ളൊരു ആസ്പെക്റ്റ് കൊണ്ടാണ് ഓരോ മെഷീനും ഓരോ ടെക്നോളജിയും ഓരോ സയൻസും ഡൗൺ ത്രൂ ദ സെഞ്ച്വറി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം വാട്ട് അവർ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ടു ദ ചേഞ്ചസ് ആർ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം നമ്മുടേത് എന്നാണ് എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം പല ചേഞ്ചസും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ 90s കിഡ്സ്, 20th സെഞ്ച്വറി കിഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന പല ടേമുകളിലായാലും പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകൾ, പുതിയ രീതികൾ, പഴയ രീതികൾ എന്ന് പറയുന്ന ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടെങ്കിലും വി ആർ അക്സെപ്റ്റിംഗ് ദ സിറ്റുവേഷൻസ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻസ് ദാറ്റ് ആർ ഗിവൺ വിത്ത്. So it is our responsibility to find out how can I cope up with the machines changes that are happening to the society, to the scenario we are being placed. Which doesn't mean that an artist doesn't lose his creativity, his space, his emotions, his feelings, which are expressed through his art. But it also has a challenging aspect to adapt those things which are being a wider range of data analyzed, and you get a gibble at the end of the day when you are doing. So what I would like to conclude as part of the discussion is to understand. You should have an open heart to understand, to adapt and to accept the changes, and then find your space as a person, not as a machine.